സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ അവരുടെ മുഖം വീക്ഷിക്കൂ, അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യതിയാനങ്ങൾ കണ്ട് അവരെ മനസ്സിലാക്കൂ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കൂ, അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിലാകൂ. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തന്നെ കുട്ടികളുടെ പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം കേട്ടോ, അതായത് സ്വന്തം വീട്ടിലെ അമ്മ, അതായത് സ്വന്തം അമ്മ രണ്ടാം നിലയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല. അത്ര കണ്ട് അമ്മ ആരെ. ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാര വിഷയമാക്കാൻ പോകുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഇടാം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ വീഡിയോ കണ്ടു നോക്കിയതിന് ശേഷം കോഴിക്കോട്ട് ഒരു ബീച്ചിൽ ഒരു CI നടത്തിയൊരു ഒരു പ്രഭാഷണം, കുറേ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നടത്തിയൊരു പ്രഭാഷണം, അത് ഒരു ന്യൂസ് ചാനലിലൂടെ ഞാനിങ്ങനെ ഫേസ്ബുക്കൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കാണാനിട വന്നു. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ചർച്ചയായേക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് പിന്നീട് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കും. ഓക്കെ. 9ാം ക്ലാസ്സുകാരിയായൊരു കുട്ടി, ഇത് വീഡിയോ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളെ കണ്ട അനുഭവമാണ്. 9ാം ക്ലാസ്സുകാരിയായ കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവൻ്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ +1 പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്നു ഈ സംഭവം. എന്നിട്ട് പോലും അമ്മ അറിഞ്ഞില്ല, 2ാമത്തെ നിലയിൽ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവനെ നോക്കിയേ, ഇവനെ ഇപ്പൊ നോക്കിയിട്ട് എന്ത് ഭാവമാണ് അവന്റെ മുഖത്തുള്ളത്. കള്ളലക്ഷണമുണ്ട്. അല്ല, അവൻ എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, ചിലപ്പോ ഒരു ഭയം കാണാം. അല്ലെ, ഭയക്കേണ്ട കാര്യമില്ല, ഞാൻ അവനെ ദത്തെടുത്തിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ അവന്റെ മുഖം എന്തായിരിക്കും? ഇപ്പൊ ഒരു ചെറിയ ചിരിയില്ലേ ഉണ്ട്. ഇനി ഇവന് തലവേദനയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? ചോദ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാലും പിന്നെ പറയാം. ഇവന് തലവേദന എടുക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് നോക്കി ആ വേദന അറിയാൻ പറ്റും അല്ലേ? അതുപോലെ നമ്മുടെ പെൺമക്കളുടെ ആയാലും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, സങ്കടമാണോ, അവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് അവരുടെ മുഖത്തേക്ക് നോക്കണം. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരുമ്പോൾ മുഖത്തേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, ദുഃഖമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നാമത്തത്, അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അവരുടെ ചോദിക്കണം, എന്താണ് അവരുടെ വിഷമത്തിന് കാരണം എന്ന് ചോദിക്കണം. അത് മനസ്സിലാക്കണം. രണ്ടാമത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മുഖത്ത് നോക്കി 2 വാക്ക് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖഭാവം നമുക്കറിയാൻ പറ്റും, അവരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതിന് കാരണം മനസ്സിലായോ? അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കത്തില്ലല്ലോ, നല്ല ശീലമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ 2500 വില വരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി. ആ 4ാം ക്ലാസ്സുകാരിയായ 9കാരിക്ക് എവിടെ നിന്നാണ് ഇലക്ട്രോണിക് സിഗരറ്റ് കിട്ടിയത് നമ്മൾ ചിന്തിക്കണ്ടേ? എവിടുന്ന് കിട്ടി? 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ MDMA. എന്താണ് MDMA അറിയോ? മാരകമായ മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്ന് അറിയണ്ടേ? 8ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്ന കാരണം എന്തായി? ആ കുട്ടിയെ ഈ MDMA ചെറുതായിട്ട് കൊടുത്തിട്ട്, ക്രീം ബിസ്ക്കറ്റിനകത്ത് MDMA കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ MDMAയുടെ കാരിയറാക്കി മാറ്റി, എന്നുവെച്ചാൽ വിൽപ്പനക്കാരിയാക്കി മാറ്റി. 13ാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ്, ഞങ്ങൾ കേസെടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ദയവായി എന്ത് ചെയ്യണം? നമ്മുടെ മക്കളുമാരെ കെയർഫുൾ ആകാൻ വേണ്ടി നോക്കുക. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം. അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതായത് മക്കളുമാരും അമ്മയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം. സംസാരിക്കണം, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണുകൾ കൊടുത്ത് കളിപ്പിക്കണ്ട. കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ആഹാരം കഴിക്കും. ആ ശീലമേ വേണ്ട. കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ അമ്മയുടെ കഴുത്തറുത്തത്? 14കാരൻ അമ്മയുടെ കഴുത്തറുത്ത കണ്ടോ? ഇവിടെ 14കാരനായിട്ടുള്ളൊരു കുട്ടി, അല്ല 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൊട്ടപ്പുറത്ത് ആത്മഹത്യ ചെയ്തു. എന്താ കഴിച്ചറിയോ? ആ അമ്മയുടെ മൊബൈൽ ഫോണിലെടുത്ത് കളിച്ചിട്ട് 1.87 ലക്ഷം രൂപയാണ് ഗെയിമിങ്ങിലൂടെ നഷ്ടപ്പെട്ടത്. 1. 2, ആ കുട്ടി കളിച്ച ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ അവനെ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യയിലേക്ക് നയിച്ച ഗെയിമിംഗ്. അപ്പൊ നമ്മൾ ഈ PUBG, ഫ്രീ ഫയർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കളിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളുമാരെ നഷ്ടപ്പെടുമെന്നും നാളെ നമുക്കെതിരായിട്ട് അവർ വിരൽ ചൂണ്ടുമെന്നും കൂടെ ആലോചിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു തന്നത് നിങ്ങളുടെ അറിവിലേക്കാണ്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സുകാരിയായൊരു കുട്ടി, ഇത് വീഡിയോ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളെ കണ്ട അനുഭവമാണ്. 9ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ
3 ദിവസമായിട്ട് അവൻ്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ. +1 പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്നു ഈ സംഭവം. എന്നിട്ട് പോലും അമ്മ അറിഞ്ഞില്ല, 2ാമത്തെ നിലയിൽ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ നമ്മുടെ അമ്മമാരെന്ത് ചെയ്യണം? കുറേയൊക്കെ ഈ ട്വിറ്ററും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ കളിക്കുന്നതൊക്കെ ഒഴിവാക്കും. നമ്മുടെ മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി അവരെ ഒന്ന് വാച്ച് ചെയ്യുക. മൊബൈൽ ഫോണിലുള്ള കളിയൊക്കെ ഒന്ന് ഒഴിവാക്കിക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് മൊബൈൽ ഫോൺ കൊടുത്ത് കളിപ്പിക്കണ്ട. ഇപ്പോൾ കണ്ടില്ലേ, മൊബൈൽ ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടാണ് ആഹാരം കൊടുക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ. അത് ശീലിപ്പിക്കേണ്ട, ആ ശീലങ്ങളൊക്കെ മാറ്റുക. അത് തെറ്റായ ശീലങ്ങളാണ്. അത് നാളെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ദോഷം വരും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടുവല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് പ്രതിപാദിക്കുകയാണ്. ഈ കുട്ടികൾ, നമ്മളുടെ കുട്ടികൾ ലഹരിക്ക് അടിമകളാകുന്നു, ഫോണിന് അഡിക്റ്റ് ആകുന്നു, അല്ലെങ്കിൽ സ്വഭാവ വൈദൂഷ്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും പറയുന്നു പല പ്രശ്നങ്ങളാണെന്ന്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രക്ഷകർത്താക്കൾ നമ്മളുടെ ശ്രദ്ധ കുട്ടികളിൽ കുറയുന്നത് തന്നെയല്ലേ ഇതിൻ്റെ പ്രധാന കാരണം? തീർച്ചയായുമാണ്, ഒരു സംശയമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ അവരുടെ മുഖം വീക്ഷിക്കൂ, അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യതിയാനങ്ങൾ കണ്ട് അവരെ മനസ്സിലാക്കൂ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കൂ, അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിലാകൂ. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തന്നെ കുട്ടികളുടെ പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം കേട്ടോ, അതായത് സ്വന്തം വീട്ടിലെ അമ്മ, അതായത് സ്വന്തം അമ്മ 2ാം നിലയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല. അത്ര കണ്ട് അമ്മ അങ്ങ് അമിതമായിട്ട് വിശ്വസിക്കുകയാണ് മകളെ. ഇങ്ങനെയൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. ഇങ്ങനെയൊന്നും നിങ്ങൾ ആരും കാണിക്കരുത്. കാര്യം മാറുന്ന ഈ ലോകത്ത് നമ്മളുടെ മുറികളിലിരിക്കുന്ന മൊബൈലിലൂടെ, അല്ല അവരുടെ കൈകളിലിരിക്കുന്ന മൊബൈലിലൂടെ തന്നെയാണ് ഈ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം, എന്തെല്ലാം തരികിടകൾ കാണിക്കാമെന്ന് അവരുടെ മുറിയിലിരുന്നു കൊണ്ട് തന്നെ കുട്ടികൾ പഠിച്ചെടുക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ഒരു ഡിറ്റക്റ്റീവായ രീതിയിൽ തന്നെ അവരോട് സമീപനം, ആ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ പോലെ ഇടി, അടി, ചവിട്ട്, തൊഴി ഇതൊന്നും അല്ല. നമുക്ക് അവരോടൊപ്പം ഇരിക്കാമല്ലോ, നമ്മളിരിക്കുന്നിടത്ത് അവരെ കൊണ്ട് നിർത്താമല്ലോ, നമ്മളുടെ തൊട്ടടുത്ത് അവരെ കിടത്താമല്ലോ, അവരെ വീക്ഷിക്കാമല്ലോ. അവർ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് കതകിൻ്റെ ലോക്ക് കുറ്റിയിടരുതെന്ന് പറയുക, ഇടയ്ക്ക് അവരെ ഒന്ന് വാച്ച് ചെയ്യുക, ഇതൊക്കെ നമുക്കൊന്ന് ചെയ്യാമല്ലോ. അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രധാനമായിട്ട്, അമ്മമാരും അച്ഛന്മാരും ഒക്കെ നിങ്ങൾ മൊബൈൽ ഫോണുകളും അല്ലെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഒക്കെ അല്പം കുറയ്ക്കൂ, കുട്ടികളുമായി നിങ്ങൾ സംവാദിക്കാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വേറൊരു കാര്യം, ഇന്നലെ ഞാനൊരു ന്യൂസ് വായിക്കാനിട വന്നു. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോലീസുകാരൻ തന്നെ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ നമ്മൾ മൊബൈലിലൂടെയും മറ്റും കാണുന്നതാണ്. 2 മക്കളുണ്ടായിരുന്ന അമ്മ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ കാമുകൻ്റെ കൂടെ ഇതിന് പോയി, നാട്ടുകാരെ പിടിച്ചു, അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന. അതിന് അദ്ദേഹം പോലീസുകാരൻ പറഞ്ഞൊരു മറുപടിയാണ്, ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു പുതിയ തരം പാഷനാണ്. എന്താണ് ഫാഷൻ? അതായത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് എല്ലാവരും എത്തപ്പെടുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു റീയൂണിയൻ കൊണ്ടുവരുന്നു, വളരെ സന്തോഷകരമായ രീതിയിൽ എല്ലാവരും ഒന്ന് സന്തോഷിക്കുന്നു, പഴയ കാലത്തെക്കുറിച്ച് ഇത് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പോലീസുകാരൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് പറയാൻ പറ്റാതെ പോയ പ്രണയമൊക്കെ ഇന്നിത്രയും പ്രായമായി കഴിയുമ്പോൾ അവരുടെ ഫോൺ നമ്പർ കിട്ടിക്കഴിയുമ്പോൾ ആ ഫോൺ നമ്പറിലൂടെ ചാറ്റ് ചെയ്യുകയും മറ്റും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞ പങ്കാളിയുമായിട്ടുണ്ടാകുന്ന സ്വരച്ചേർച്ചയില്ലായ്മയുടെ ഭാഗമൊക്കെ ആയിട്ട് ഈ പഴയ കാല ബന്ധങ്ങളൊക്കെ ക്രമീകരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഭാഗവാക്കായിട്ടാണ് ഇത്തരം പ്രവണതകൾ കൂടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ മാറുന്ന ലോകത്തിൻ്റെ ഈ സോഷ്യൽ, അതായത് നമ്മളുടെ സമൂഹ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യങ്ങൾ തന്നെ, അതിനോടൊന്നും നമ്മൾ വിയോജിക്കുന്നില്ല. അതൊക്കെ വേണ്ടാന്നൊന്നും ഒരു കാരണവശാലും പറയുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ, അതായത് നമ്മളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ, അങ്ങനെയുള്ള ചാനലുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. പക്ഷേ
അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് പേരൻസ് നമ്മളത് ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഈ പറയുന്ന ഞാൻ പോലും ആണെങ്കിൽ തന്നെ ചില സമയങ്ങളിൽ എൻ്റെ ഭാര്യയുമായിട്ട് ഭാര്യ എന്നോട് തർക്കിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയുടെ കണ്ടിന്യൂഷൻ അല്പം നഷ്ടപ്പെട്ടു. ഇതിനിടയ്ക്ക് ക്ലാസ്സിലൊരു ചെറിയ ബഹളം, അത് അങ്ങോട്ടൊന്ന് പോകേണ്ടി വന്നു. അതാ. അപ്പം ഭാര്യയാണെങ്കിൽ തന്നെ എന്നോട് പറയാറുണ്ട്, ചില സമയങ്ങളിലൊക്കെ ഞാൻ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഞാനും ചില സമയങ്ങളിൽ, അധികമായ സമയങ്ങളൊന്നുമില്ല എന്നാലും ഞാനും ചില സമയങ്ങളിൽ മൊബൈൽ നോക്കാറാകുമ്പോൾ അവളെന്നോട് ശകാരിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് ചില സമയം, അതായത് അവളോട് മൊബൈൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ കൊടുക്കത്തില്ല. അപ്പം എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി കുഞ്ഞ് കാണും. അപ്പം വളരെ സ്ട്രിക്റ്റായ രീതിയിൽ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾ അതിനോട് ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അവിടെ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കത്തില്ല. അതിന് ഞാൻ ചില സമയം ഞാൻ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാം അവളത് ഉപയോഗിക്കട്ടെ. പക്ഷേ എൻ്റെ ഭാര്യ ആ കാര്യം സമ്മതിക്കാറില്ല. അപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഈ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തീർച്ചയായും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ അധ്വാനിക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ കോവിഡ് വന്നത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വലിയൊരു ഒരു പ്രശ്നമാണ് ഈ പഠനവിധേയമായിട്ട് എല്ലാ കുട്ടികളിലും മൊബൈൽ, അതായത് എല്ലാ തലങ്ങളിലുള്ള കുട്ടികളിലും മൊബൈൽ ആയിക്കഴിഞ്ഞു. ഞാനിവിടെ പഠിപ്പിക്കുന്ന ഒരു പയ്യൻ തന്നെ എന്നോട് പറയുണ്ടായി, അവൻ്റെ മൊബൈൽ എന്ന് പറയുന്ന, അവൻ ഉപയോഗിക്കുന്ന മൊബൈൽ 36,000 രൂപയുടെ മൊബൈലാണ് അവന് വീട്ടിൽ മേടിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഒരു വർഷത്തേക്കുള്ള ഇൻ്റർനെറ്റ് റീചാർജും ചെയ്ത് കൊടുത്തേക്കുവാണ് അവൻ്റെ വെളിയിലുള്ള അവൻ്റെ മാമൻ. ഞാൻ ചോദിച്ചോട്ടെ, അവരത് ഉപയോഗിച്ചോട്ടെ, അത് അതിനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ അവരത് കൊടുക്കും, അത് അവർ ഉപയോഗിക്കട്ടെ. പക്ഷേ നമ്മൾ പ്രത്യേകിച്ചും പെൺകുട്ടികളെ, അവർക്ക് പഠിക്കാനുള്ള സമയങ്ങളിൽ, അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ ദയവ് ചെയ്ത് ഈ മൊബൈലുകൾ അവർക്ക് കൊടുക്കരുതേ. പെൺകുട്ടികൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായും അവരുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കണം. പ്രത്യേകിച്ച് അമ്മമാർ സംസാരിക്കണം. അവരുടെ ആവലാതികൾ അറിയണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം. ഇനി ചില സമയങ്ങളിൽ പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള അവർ കാര്യങ്ങളൊന്നും നമ്മളോട് തുറന്ന് പറയത്തില്ല. പക്ഷേ അവരുടെ ഭാവവ്യതിയാനങ്ങളിൽ നിന്ന് നമ്മൾ അവരെ അനലൈസ് ചെയ്ത് ചർച്ച ചെയ്ത് എന്തെങ്കിലും കാര്യകാരണങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തി ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. ഇത് നിങ്ങൾ പറയും, തനിക്ക് ഇതൊക്കെ ഇരുന്ന് പറഞ്ഞാൽ മതി, കാശുണ്ടാക്കണം, പിള്ളേരെ നോക്കണം, പിള്ളേരുടെ കുറേയൊക്കെ വിചാരിക്കണം എന്നൊക്കെ അല്ലെ, പിള്ളേരുടെ കുറേ വിചാരിക്കണം, അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നു, അപ്പം ഞങ്ങൾ നന്നാകണം. കുട്ടികളെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നമ്മൾ വേണം അതിന് ഇനിഷ്യേഷൻ എടുക്കാൻ. പൈസ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വഭാവങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്, നമ്മൾ എന്തിനാണ് ഈ അധ്വാനിക്കുന്നത്, നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ ഇന്ന് പല വീടുകളിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കത്തില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഞാൻ നേരത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്ന്. എന്നാൽ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് മൊബൈലും എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ ആഹാരം എടുത്തുകൊണ്ട് നേരെ ടി വിയുടെ മുന്നിൽ പോയിരുന്ന് സോഫായിരുന്ന് കഴിക്കുക, അച്ഛൻ ഒരിടത്തിരുന്ന് കഴിക്കുക, അമ്മ ഒരിടത്തിരുന്ന് കഴിക്കുക. ഈ പ്രവണതകളൊക്കെ മാറ്റണം. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കണം. ആ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വെക്കണം. അവിടെ ചിലപ്പോൾ സൗഹൃദങ്ങളായിട്ടുള്ള നമ്മുടെ കുടുംബപരമായ കാര്യങ്ങൾ അല്ലാതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരുത്തി നല്ല രീതിയിലുള്ള ഒരു കുടുംബാന്തരീക്ഷം നിങ്ങൾ സംജാതമാക്കിയെടുക്കണം. അതല്ലാത്ത പക്ഷത്ത് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയും വാർത്താ ഇടങ്ങളിൽ ഇതിലും മോശമായ വാർത്തകളുമായിട്ട് നമ്മുടെ വാർത്താ ചാനലുകൾ കടന്നു വരും. മോശമായ വാർത്താ ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ മക്കളും നമ്മളുടെ കുട്ടികളും അതിൽ പങ്കാളികളായി മാറാം നമ്മുടെ അശ്രദ്ധ മൂലം. അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ കുറയ്ക്കുക. തീർച്ചയായും കുട്ടികളെ അനാവശ്യമായിട്ട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കാതിരിക്കുക. കുട്ടികൾക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സ്വതന്ത്രമായ സ്ഥലത്ത്, വീടിൻ്റെ പ്രൈവറ്റ് റൂമുകളിൽ വെക്കാതെ സ്വതന്ത്രമായ സ്ഥലത്ത് ഹാളിലോ അവിടെയോ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ അത് ഉപയോഗിക്കാൻ ശ്രമിപ്പിക്കുക. അങ്ങനെ നമ്മളുടെ ഈ കാലഘട്ടത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ഓരോ തെറ്റായ ഒരു രീതിയിലേക്ക് അവരെത്തിപ്പെട്ടതിന് ശേഷം നമ്മൾ അവരെ തല്ലിയിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ യാതൊരുവിധ കാര്യങ്ങളുമില്ല. അപ്പം നമ്മൾ ഈ ലോകത്ത് അവരിറങ്ങിത്തിരിക്കുമ്പോൾ ഇപ്പം കുട്ടികൾ പറഞ്ഞിട്ടാണോ ദൂരെയുള്ള സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുന്നത്? രക്ഷകർത്താക്കളുടെ സ്റ്റാറ്റസ്, രക്ഷകർത്താക്കളുടെ എന്ന് പറഞ്ഞാൽ മാറുന്ന ലോകത്ത് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം, നാട്ടിൻപുറത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദൂരെ കൊണ്ടാക്കുമ്പോൾ ആ ദൂരെ എന്ന് പറയുമ്പോൾ ടൗൺ ഏരിയകളിലൊക്കെ ഉള്ള സ്കൂളുകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ നിരന്തരം
നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കുക. കുട്ടികളോടൊപ്പം നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുക. തീർച്ചയായും വീണ്ടും ഞാൻ പറയുന്നു, ഈ പറഞ്ഞ വാർത്തകളെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ആ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വേണം അത് നാളത്തേക്ക് എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് എല്ലാവരോടും ഒരു വളരെ വിനീതമായ രീതിയിൽ ഞാനൊന്ന് പറയുകയാണ്, എല്ലാവരും ഇന്നു മുതൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക, കുട്ടികൾക്ക് അനാവശ്യമായി മൊബൈൽ കൊടുക്കാതിരിക്കുക, പെൺകുട്ടികൾ പ്രത്യേകിച്ചും പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ അവരെ മൊബൈൽ കൊടുക്കാതിരിക്കുക, കിടക്കാൻ പോകുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും പെൺകുട്ടികളുടെ റൂമിൽ മൊബൈൽ കാണരുത്. അത് നിങ്ങളുടെ കൈവശം വെക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞ് നിങ്ങൾ കൊടുത്തു, അല്ലാത്ത സമയങ്ങളിൽ കൊടുക്കരുത്. ഇത് എന്ത് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും എന്തുണ്ടെന്ന് പറഞ്ഞാലും ദയവ് ചെയ്ത് മൊബൈലുകൾ കൊടുക്കരുത്. അവരെ ഓരോരോ പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇന്നു മുതൽ നല്ലൊരു ചിന്താഗതിയിലേക്ക് പോകും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.